الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചങ്ങളഖിലവും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുന്നത്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവന്റെ മുത്തഖികളായ ഗുണങ്ങളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി പ്രപഞ്ചം പടച്ചു. നമുക്കാവശ്യമായതെല്ലാം ഈ ഭൂമിയിൽ അവൻ ഒരുക്കി തരികയും ചെയ്തു. അവ അനുഭവിക്കുവാനും ഉപയോഗിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യവും അവൻ നമുക്ക് നൽകി. അവൻ നൽകിയ വിഭവങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ് ഭക്ഷ്യ വിഭവം. നമ്മുടെ ഭൗതിക നിലനിൽപ്പിന്റെ ആധാരം. റോട്ടി, കപ്പട, അവർ മക്കാൻ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെയാണ് നാം നമ്മുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളെ എണ്ണി പറയാനുള്ളത്. ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മൗലികാവകാശങ്ങളിൽ ഒന്നായിട്ട് നിശ്ചയിച്ചു. കുലൂ വ അത്ഇമു, നിങ്ങൾ ഭക്ഷിക്കുവിൻ, നിങ്ങൾ ഭക്ഷിപ്പിക്കുവിൻ എന്ന വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. നിരന്തരം ആവശ്യമുള്ളത് നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറഞ്ഞല്ലോ. ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ
അടുത്ത നേരമാകുമ്പോൾ വീണ്ടും വിശപ്പ് തുടങ്ങുന്നു. അന്നം തേടിയുള്ള നിരന്തരമായ യാത്ര സകല ജീവജാലങ്ങളിലും പ്രകൃതമാണ്. മനുഷ്യ അധ്വാനത്തിന്റെ അധിക ഭാഗവും ഭക്ഷണം തേടുവാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാം. പക്ഷെ അല്ലാഹുവിന്റെ ദീൻ വളരെ കൃത്യമായ ഭക്ഷ്യ നിയമം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം, ഇത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം, അധികാരം ആർക്കാണ്? സൃഷ്ടാവായ അല്ലാഹുവിനാണ്. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി വിഭവങ്ങൾ സംവിധാനിച്ച പടച്ച തമ്പുരാനാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിൽ തീരുമാനം കൽപ്പിക്കാനുള്ള അധികാരം. ഇത് ഭക്ഷ്യനിയമവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അവനാണ് അധികാരം. എന്താ കാരണം? അലാ ലഹുൽ ഖൽഖു വൽ അംർ. അലാ, അറിയുക, ലഹുൽ ഖൽഖ്, അവനാണ് സൃഷ്ടിക്കാനുള്ള അധികാരം. എങ്കിൽ വൽ അംർ, കൽപ്പിക്കാനുള്ള അധികാരം അവന് തന്നെയാണ്. ഇതൊരു പ്രകൃതി നിയമമാണ്, പൊതുവെ നാം പാലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വീട്ടിൽ എങ്ങനെയാണ് കുടുംബനാഥൻ ഉണ്ടാക്കുന്നത്? ആ വീടിന്റെ സംവിധായകൻ, ആ വീടിന്റെ പരിപാലകൻ, സംരക്ഷകൻ ഒരർത്ഥത്തിൽ അയാൾ ആയതുകൊണ്ടാണ് ഈ വീട്ടിൽ ഞാൻ പറയുന്നതാണ് നടക്കുള്ളൂ എന്ന് അധികാരഭാവത്തോടെ അയാൾ പറയാൻ പ്രേരിപ്പിക്കുന്നതാണ്. എങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ആരാണ്? അവനാണ് യഥാർത്ഥത്തിൽ ഭക്ഷ്യ നിയമവും അവതരിപ്പിക്കേണ്ടത്. എല്ലാ നിയമങ്ങളും, നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അവന് മാത്രമാകുന്നു എന്നത് അംഗീകരിക്കൽ ഓരോ അടിമയുടെയും നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ തികച്ചും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഭക്ഷണ കാര്യത്തിൽ പോലും പടച്ചതമ്പുരാൻ ഇടപെടുകയാണ്. ഖുർആനിൽ 3 ഇടങ്ങളിൽ ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ എന്നുണ്ട്. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ, അവന് മാത്രം അടിമപ്പെടുന്നവരാണെങ്കിൽ, അവനെ മാത്രം അനുസരിക്കുന്നവരാണെങ്കിൽ. ഈ 3 പ്രയോഗങ്ങളിൽ 2 ഭക്ഷ്യ നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഒന്നാണ് ആരാധന എന്ന കർമ്മവുമായിട്ട് ബന്ധപ്പെടുന്നത്. ബാക്കി 2 ഭക്ഷ്യ നിയമവുമായി ചേർത്തുകൊണ്ടാണ് അല്ലാഹു തആല ഇബാദത്തിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഭക്ഷണം മനുഷ്യന്റെ നിത്യജീവിതത്തിലെ വിഷയമായതുകൊണ്ട് തന്നെ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് കാണാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഭക്ഷ്യ വിഷബാധ, അതുപോലെ ഭക്ഷ്യവിഭവങ്ങൾക്ക് സംഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പക്ഷിപ്പനി, ഭക്ഷണത്തിൽ മായം, ഇന്നും പത്രത്തിലുണ്ട്. പ്ലാസ്റ്റിക് അരി മൂവാറ്റുപുഴയിൽ കണ്ടെത്തിയിരിക്കുന്നു. ശുചിത്വമില്ലായ്മ, ഭക്ഷണശാലകളിലെ ചൂഷണങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഭക്ഷണ പ്രശ്നം നിരന്തരമായിട്ട് നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഭക്ഷണത്തെക്കുറിച്ച് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹം എന്ന അർത്ഥത്തിൽ. അതേപോലെ തന്നെ അതുകൊണ്ട് അവനോട് നന്ദി കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാനും ശാസിക്കുവാനും വേണ്ടി നിരന്തരം ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ച് ഖുർആൻ എടുത്തു പറയുന്നില്ലേ? മുന്തിരി, ഈത്തപ്പഴം, ഒലിവ്, പച്ചക്കറി, റൊമാൻ, പാല്, മാംസം, തേന്, ഭക്ഷ്യ എണ്ണ, പഴങ്ങൾ, ഇങ്ങനെ തുടങ്ങി നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ നിരന്തരം എടുത്തു പറയുന്നു. ഉപ്പുജലം, ശുദ്ധജലം, മത്സ്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്ത ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അവിടെ ഒരിടത്ത് ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, നാം ഭൂമിയിൽ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. മൗസൂൻ, മിൻ കുല്ലി ശൈഇൻ മൗസൂൻ, എല്ലാം അതിൻ്റെതായ സന്തുലിതമായ അവസ്ഥയിൽ മീസാനോടുകൂടിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭക്ഷ്യവിഭവങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്തുലിതമായ ക്രമം സ്വീകരിച്ചിട്ടുണ്ട്.
ഓരോ വിഭവത്തിലും ഉണ്ടാവേണ്ട പോഷക ഘടകങ്ങൾ എന്താണ്, അതിനൊരു ക്രമമുണ്ട്. അതിൽ നിന്ന് അതാണ് കിട്ടേണ്ടത്. അതിൽ മനുഷ്യൻ കൈകടത്താൻ പാടില്ല. അള്ളാഹു നിശ്ചയിച്ച സന്തുലിതാവസ്ഥയിൽ കൈകടത്തരുത്. ഇന്ന് ഹോർമോൺ കുത്തിവെക്കുകയാണ് ഭക്ഷ്യവിഭവങ്ങളിൽ, പഴവർഗ്ഗങ്ങളിൽ, കോഴിയിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഹോർമോൺ ഘടനയിൽ വ്യത്യാസമുണ്ടാകുന്നു. കുഞ്ഞുങ്ങളിൽ അമിതമായ വളർച്ച പ്രകടമാകുന്നു. ശരീരത്തിന് പല തരത്തിലുള്ള അസന്തുലിതാവസ്ഥ, പുതിയ രോഗങ്ങൾക്ക് അധികമാകുന്നു എന്ന് കാണാം. കാരണം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഭക്ഷ്യവിഭവങ്ങൾക്കുള്ളത്. കോഴി ഇറച്ചി എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് ഇറച്ചിക്കോഴി എന്നാണ് നമ്മൾ പറയുന്നത്. അതൊരു കച്ചവട താല്പര്യമാണ്. അങ്ങനെ പല പ്രയോഗങ്ങളും മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടാവാണ്. അതുകൊണ്ട് അവനാണ് നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്, അനുശാസിക്കേണ്ടത് എന്ന് പറഞ്ഞു. അത് പടച്ചതമ്പുരാന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്ത് കഴിക്കാം, എന്ത് കഴിക്കരുത്, ഇതൊക്കെ അല്ലാഹുവാണ് നിശ്ചയിക്കുക. നമുക്കതൊരു സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടില്ല. ഖുർആൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വറസഖ്നാഹും ത്വയ്യിബാത്ത്, വിശുദ്ധമായ വിശിഷ്ടമായ ഭോജ്യങ്ങൾ നാം അവർക്ക് നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ത്വയ്യിബായതാണ് മനുഷ്യൻ കഴിക്കേണ്ടത്. അതേപോലെ ഹലാലായതാണ് കഴിക്കേണ്ടത്. ധാർമ്മികമായിട്ട് അനുവദിക്കപ്പെട്ടതാണ് കഴിക്കേണ്ടത്. പദാർത്ഥപരമായി വിശുദ്ധമായതാണ് കഴിക്കേണ്ടത്. ഇങ്ങനെ രണ്ട് നിലപാടുകൾ ഖുർആൻ കൃത്യമായി പറയുന്നു. ഹലാലൻ ത്വയ്യിബൻ. ഹലാൽ എന്ന് പറയുമ്പോൾ ധാർമ്മികമായിട്ട് തനിക്ക് അവകാശപ്പെട്ടത്, അതാണ് ത്വയ്യിബം, പദാർത്ഥപരമായി വിശുദ്ധമായത്. ഈ രണ്ട് കാഴ്ചപ്പാടുകൾ വിശുദ്ധ ഖുർആൻ ഭക്ഷ്യ നിയമം പഠിപ്പിക്കുന്നിടത്ത് കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വളരെ നിർണായകമാണ്. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഒരാൾ മദ്യം വാങ്ങിക്കഴിച്ചാൽ ആ കാശ് ഹലാലാണ്. പക്ഷേ അയാൾ ഉപയോഗിക്കുന്ന പദാർത്ഥം ത്വയ്യിബല്ല, ഹലാലല്ല. അതാണ് പ്രശ്നം. മോഷ്ടിച്ചെടുത്ത കാശ് കൊണ്ട് ഒരാൾ അരി വാങ്ങിച്ച് ചോറ് വെച്ചാൽ അതും ഹലാലാകുന്നില്ല. കാരണം അവിടെ അയാൾ ഉപയോഗിക്കുന്ന കാശ് അയാൾക്ക് അനുവദിക്കപ്പെട്ടതല്ല. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാവുന്ന വിഭവങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കാൻ കഴിയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ നിർണയിച്ച് തന്നിട്ടുണ്ട് എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാണ് മനുഷ്യൻ. വലഖദ് കർറംനാ ബനീ ആദം. ആദം സന്തതികളെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു. അല്ലാഹു ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. അവനെ നാം കടലിലും കരയിലും ചുമക്കുന്നു. അവനാവശ്യമായ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. വറസഖ്നാഹും മിനൽ ത്വയ്യിബാത്ത്. അതിനാൽ ആദരണീയനായ മനുഷ്യൻ ത്വയ്യിബായത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അല്ലാഹു പഠിപ്പിക്കാൻ ഓരോന്നും പ്രത്യേകം വേർതിരിച്ച് തന്നെ കഴിക്കാനുള്ള കഴിവ് അല്ലാഹു തആല മനുഷ്യന് നൽകി. ഫലപ്രദമായത് കഴിക്കണം. പഴം കഴിക്കുമ്പോൾ അതിന്റെ തൊലി കഴിക്കേണ്ടതില്ല, അതിന്റെ അകക്കാമ്പാണ് കഴിക്കേണ്ടത് എന്ന് നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രകൃതിപരമായി തന്നെ നല്ല വിഭവങ്ങൾ പരസ്പരം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സ്വാദിഷ്ടമായ പോഷക സമൃദ്ധമായ പലതും രൂപപ്പെടുത്തിയെടുക്കാനുള്ള കഴിവും നാം മനുഷ്യനെ നൽകിയത്. മനുഷ്യന്റെ സാംസ്കാരികമായ ഔന്നത്യത്തിന്റെ ഭാഗം കൂടിയാണ് എന്ത് കഴിക്കണം കഴിക്കരുത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് ഭക്ഷണം ഉപയോഗിക്കേണ്ടത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിശ്ചയിച്ചത് എന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അത് ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഇബാദത്തായി തീരുന്നത്. അല്ലെങ്കിൽ അത് പൈശാചികമായി മാറും എന്നുള്ളതാണ്. അനിയന്ത്രിതമായിട്ട് കഴിക്കാമോ? കഴിക്കരുത്. ഭക്ഷണത്തിന് നിർമ്മിതമായ അളവ് നിശ്ചയിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായു എന്ന അർത്ഥത്തിൽ നമ്മുടെ വയറിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയുണ്ടായി. അമിതമായ ആഹാരക്രമം മൃഗീയമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. വല്ലദീന കഫറൂ യതമത്തഊൻ
സത്യനിഷേധികൾ, അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാത്തവർ യതമത്തഊൻ, അവർ ആസ്വദിക്കുകയാണ്. വയക്കുലൂന കമാ തഅകുലുൽ അൻആം, കന്നുകാലികൾ തിന്നുന്നത് പോലെ അവർ തിന്നു കളയുന്നു. ഖുർആൻ ഉണർത്താൻ കുഫറിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഭൗതിക ജീവിതത്തിൽ ഹലാൽ ഹറാമുകളുടെ യാതൊരുവിധ അച്ചടക്കവുമില്ലാതെ കന്നുകാലികൾ തിന്നുന്ന പോലെ തിന്നു കളയുന്നു. വന്നാറു മഹ്വല്ലഹും, അവരുടെ സങ്കേതം നരകമത്രേ. അവരുടെ സങ്കേതം നരകമത്രേ. ഒരു കുഫർ മനുഷ്യനെ എത്രമാത്രം അധപ്പതിപ്പിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. തിന്നാൻ വേണ്ടി തന്നെ ജീവിക്കുക എന്നിടത്താണ് ഇന്ന് സമുദായം ഉള്ളത്. ഒരുപക്ഷെ മറ്റുള്ളവരെക്കാളും ഭക്ഷണ ചർച്ചകളിൽ അമിതമായിട്ട് ഇടപെടുന്നത് നമ്മളാണ് എന്ന് പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ ഒരാൾ സമീപിച്ചു. അങ്ങനെ അയാൾക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാല് കറന്നു കൊടുത്തു. ഒരാടിന്റെ, രണ്ടാടിന്റെ, അങ്ങനെ 7 ആടുകളുടെ പാല് അയാൾ ഒറ്റ ഇരിപ്പിൽ കുടിച്ച് തീർത്തു അത്രയും. പിന്നീട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം ഇസ്ലാമിന്റെ സംസ്കാരം തിരിച്ചറിയുകയും ഇസ്ലാമിനെ ആശ്ലേഷിക്കുകയും ചെയ്തു. അതിനുശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പാല് കറന്നു കൊടുത്തു. പക്ഷേ ഒരാടിന്റെ പാലേ അയാൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം മുൻനിർത്തിയിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സത്യവിശ്വാസിക്ക് എത്രയാണ് കഴിക്കാൻ കഴിയുക? അൽ മുഅ്മിനു യഅ്കുലു ഫീ മിഅ വാഹിദ, സത്യവിശ്വാസി ഒരു വയറിൽ, ഒരു ആമാശയത്തിൽ ഭക്ഷണം കഴിക്കുന്നു. വൽ കാഫിർ ഫീ സബഅതി അംആ, സത്യനിഷേധിയോ അയാൾ 7 വയറുകളിൽ അന്നം കഴിക്കുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ആ നിയന്ത്രണം വരുന്നത്? ഒരാൾ മുഅ്മിനാകുമ്പോൾ അയാൾ കേവലമായ ശാരീരികമായ ജഡികമായ ഇച്ഛകളിൽ നിന്ന് മോചിതനാവുകയും അയാൾ ആത്മാവിന്റെ പ്രാധാന്യം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് വളരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഉള്ളത് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ ഉയരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഇത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. സത്യനിഷേധികൾ അമിതമായി ഭോഗാസക്തരായി മാറുന്നു. അവർ കന്നുകാലികളെ പോലെ ഭക്ഷണം കഴിച്ചു കളയുന്നു എന്ന് പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ എത്ര കഴിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിപ്പെടുത്തുന്നു. നമ്മുടെ വിശ്വാസം അതിനെ നിയന്ത്രിക്കുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഹലാൽ ഹറാമുകൾ തീരുമാനിക്കേണ്ടത് ആരാണ് എന്നുള്ള ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് ആ കാര്യം ഓർപ്പെടുത്തുന്നുണ്ട്. ഹലാൽ ഹറാം, നിഷിദ്ധമായ ഭക്ഷ്യവിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നത് പ്രത്യേകമായി ഖുർആൻ എടുത്തു പറയുന്നില്ലേ? حرمت عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله. നിഷിദ്ധമായവ എന്തൊക്കെയാണ്? രക്തം, അതേപോലെ പന്നിമാംസം കഴിക്കാൻ പാടില്ല, ശവം കഴിക്കാൻ പാടില്ല, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ഔക്കപ്പെട്ടത് കഴിക്കാൻ പാടില്ല. ഇത് പടച്ചതമ്പുരാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അടിസ്ഥാനപരമായി 4 ബാക്കി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് ചേർത്ത് നമ്മൾ പഠിപ്പിക്കുന്നുമുണ്ട്. ഹലാൽ ഹറാം നിർണയിക്കാനുള്ള അധികാരം ആർക്കാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ മൗലികമായ ഒരു വിഷയമാണ്. പടച്ചതമ്പുരാൻ സൂറത്തുൽ നഹ്ലിലെ 116-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലാ തഖൂലു, നിങ്ങൾ പറഞ്ഞു കളയരുത്, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകും അൽകദിബ്, നിങ്ങൾ നിങ്ങളുടെ നാവുകൾ കൊണ്ട് വ്യാജം പറഞ്ഞു കളയരുത്. ഹാദാ ഹലാൽ വഹാദാ ഹറാം, സ്വയം പറയണം. ഹാദാ ഹലാൽ, ഇത് ഹലാൽ, ഇത് ഹറാം എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അതിന് അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ വ്യാജം കെട്ടിച്ചമച്ച് പറയാനോ? ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, പടച്ചോന്റെ പേരിൽ വ്യാജം ചമച്ച് പറയുന്നവർ ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കില്ല ഒരിക്കലും എന്ന് പടച്ചതമ്പുരാൻ അടിവരയിട്ട് പറയുന്നുണ്ട്. അവിടെയാണ് മാട്ടിറച്ചി നിഷിദ്ധമാക്കുക എന്ന നിയമം വരുമ്പോൾ നാം ചിന്തിക്കേണ്ടത്. ഇതൊരു ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമല്ല. ഇത്
കുറച്ച് മാറ്റിറച്ചി വേവിച്ചിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിതരണം ചെയ്ത് പ്രതിഷേധം പ്രകടിപ്പിച്ചാൽ അവസാനിക്കുന്ന കാര്യവുമല്ല. കുറെ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമല്ല. അതിനും അപ്പുറത്ത് ഈ രാജ്യത്തിന്റെ നികുതി പണത്തിൽ കുറവ് വരും എന്ന് പേടിക്കാനുള്ള വിഷയമല്ല. അതിനൊക്കെ അപ്പുറത്താണ് വിഷയം. ഇതൊരു ന്യൂനപക്ഷത്തെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഇങ്ങനെ മാംസഭോജികളാണ് എന്ന തരത്തിലുള്ള പ്രചരണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിനൊക്കെ അപ്പുറമാണ് വിഷയം. ആരാണ് ഹലാൽ ഹറാം തീരുമാനിക്കുന്നത്? നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ആർക്ക്? ഇത് വളരെ ഗുരുതരമായ ചോദ്യമാണ്. നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ആർക്ക് എന്നതാണ് ചോദ്യം. നമുക്ക് പറയാം പാർലമെന്റിന്, നിയമസഭയ്ക്ക് ഒരു ഉത്തരമാണ്. പക്ഷെ അതിനും അപ്പുറം സകല മനുഷ്യരെയും സകല ഭരണാധികാരികളെയും പടച്ച റബ്ബുൽ-ആലമീനായ തമ്പുരാനില്ലേ, ആ പടച്ചവനാണ് പറയുന്നത് ആർക്കാണ് നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം. അല്ലാഹുവാണ് പറയേണ്ടത്. ആ അധികാരം അല്ലാഹുത്താൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ആ അല്ലാഹുവാണ് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് നിശ്ചയിക്കുന്നത്. അല്ലാതെ സൃഷ്ടിക്കാനുള്ള അധികാരം ആർക്കാണോ അവനാണ് നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം. ഇത് വിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് വിഷയം കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമനിർമ്മാണത്തിന്റെ പരമാധികാരിയാവുക. ഈ കാഴ്ചപ്പാടിലാണ് ഈ വിഷയത്തിൽ നമുക്ക് സമീപിക്കാൻ കഴിയേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ടല്ലോ. അവർക്ക് സംഭവിച്ച ഗുരുതരമായ ഒരു അബദ്ധം എന്താ? അല്ലാഹു ഹലാലാക്കിയതിനെ അവർക്ക് ഹറാമാക്കി, അല്ലാഹു ഹറാമാക്കിയതിനെ അവർക്ക് ഹലാലാക്കി. ഖുർആൻ നിരന്തരം എടുത്തു പറയുന്ന ഒരു വിഷയമാണ്. കുല്ലു തആം കാന ഹല്ലൻ ലിബനി ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികൾക്ക് എല്ലാ ഭക്ഷ്യവിഭവങ്ങളും ഹലാലാണ്, ഹലാലായിരുന്നു. ഇല്ലാ മാ ഹറമ ഇസ്രായീൽ അലാ നഫ്സിഹി. എന്നാൽ അവർ സ്വയം ചെയ്തത് ഹറാമാക്കി കളഞ്ഞു. സ്വയം തന്നെ അവിടെ തീരുമാനിച്ചു. മെയിൻ ഖബ്ലി അൻ തുനസ്സല തൗറാത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ചിലതെന്ന് തീരുമാനിച്ചു. ഇസ്രായേലിയർ എന്ന് പറയുമ്പോൾ യാക്കൂബ് അലൈഹിസ്സലാമിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത്. യാക്കൂബ് അലൈഹിസ്സലാമിന് ചിലത് ഇഷ്ടമല്ലായിരുന്നു. ഉദാഹരണത്തിന് മുയലിറച്ചി ഇഷ്ടമല്ല. യാക്കൂബ് അലൈഹിസ്സലാമിന് ഒട്ടകത്തിന്റെ ചില ഭാഗങ്ങൾ ഇഷ്ടമല്ല. അങ്ങനെ അവരൊന്നും തീരുമാനിക്കുകയാണ്. യാക്കൂബിനൊക്കെ ഇഷ്ടമല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്കും ഇഷ്ടമല്ല. ഇങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ അതൊരു ശീലമായി, പിന്നെ അത് ഒരു നിയമമായിട്ട് മാറുകയാണ്. അങ്ങനെ അവര് പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത ചിലത് തങ്ങൾക്ക് നിഷിദ്ധമാക്കി മാറ്റി. ഇപ്പൊ പടച്ചതമ്പുരാൻ ഇടപെട്ടു. അല്ലാഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നീണ്ട് കഴിച്ചാലുള്ളതല്ല, അത് കഴിച്ചാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്നാണ് അല്ലാഹു തആല പിന്നീട് നിയമം അവതരിപ്പിച്ചത്. അതുമായിട്ട് കെട്ടിക്കുടുങ്ങി അവർ തന്നെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതിനാൽ ഈ വിഷയത്തിന്റെ മർമ്മം ഹലാൽ ഹറാം നിശ്ചയിക്കാനുള്ള നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ആർക്കാണ് എന്നുള്ളതാണ്. അതിനും അപ്പുറത്ത് മതേതര മതനിരപേക്ഷ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ആകാമോ എന്ന ചർച്ചകൾ ഇനിയുമുണ്ട്. അത് വേറെ നടക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ മുന്നേറ്റത്തിൽ പറയുമ്പോൾ ഇതാണ് ഇതിന്റെ മർമ്മം. ഹലാൽ ഹറാം നിശ്ചയിക്കാനുള്ള അധികാരം ആർക്ക്? അത് പ്രപഞ്ചനാഥനായ സകലവും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിനാണ് എന്നതാണ് അതിനുള്ള അവസാന വാക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വിശുദ്ധ ഖുർആനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വിലയിരുത്തുവാനും ഖുർആനിലേക്ക് മടങ്ങുവാനും നിലപാടുകൾ സ്വീകരിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته
ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഏവരെയും വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ കാലം വല്ലാതെ മായം കലർന്ന കാലമാണ്. സൂചിപ്പിച്ചല്ലോ, പ്ലാസ്റ്റിക് അരിയിലെത്തി നിൽക്കുന്ന കാര്യങ്ങൾ. അരി അതിൽ പോലും കൃത്രിമം കലർന്നിരിക്കുന്ന ഒരു കാലമാണ്. അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, നമ്മുടെ ജീവിത നിലപാടുകളിലും ഒരുപാട് മായം കലർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ലേഖനത്തിൽ ഒരു ചോദ്യമുണ്ടായി. ഹോട്ടൽ മുതലാളി എന്തുകൊണ്ടാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോകുന്നത്? ഉത്തരം നിങ്ങൾക്കറിയാം. ഹോട്ടൽ മുതലാളി എന്തുകൊണ്ടാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോകുന്നത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. മായം കലർന്ന ജീവിത പരിസരത്താണ് നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പലരും അന്വേഷിക്കാറുണ്ട് ഹോട്ടൽ ഭക്ഷണത്തെ കുറിച്ച്, കഴിക്കാമോ പാടില്ലേ. ആരോഗ്യപരമായ ഒരു പ്രശ്നമുണ്ട്, അതിന് മൊത്തത്ത് ധാർമ്മികമായ വിശ്വാസപരമായ പ്രശ്നം കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അവിടുന്ന് ലഭിക്കുന്ന മാംസം ഹലാലാണോ അല്ലയോ ബോർഡ് വെക്കാൻ എളുപ്പമാണ്, പക്ഷേ എങ്ങനെ ഉറപ്പുവരുത്തും? ഈ വിഷയത്തിൽ നൽകുന്ന അടിസ്ഥാനപരമായ നിലപാട് ഉപേക്ഷിക്കോ. നിനക്ക് സംശയം തോന്നുന്നതിനെ നീ ഉപേക്ഷിക്കോ. സംശയമില്ലാത്ത കാര്യത്തിലേക്ക് അതിനെ വിടണം എന്ന് പറയുന്നത്. സംശയകരമാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ വായിച്ചിട്ടുള്ള അതാണ് എപ്പോഴും നമുക്ക് സ്വീകരിക്കാവുന്ന നിലപാട് എന്ന് പൊതുവെ ഭക്ഷ്യ വിഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ നമുക്ക് ബോധ്യമുണ്ടായിരിക്കേണ്ടതാണ്. ഈമാനിന്റെ പിൻബലത്തെ മാത്രം നിലപാടുകൾ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. സംശയം തോന്നുന്നതെങ്കിൽ പച്ചക്കറിയാകാം എന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അതിനാൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ തന്നെ നിലപാടുകൾ സ്വീകരിക്കുവാൻ ഏത് പ്രലോഭിപ്പിക്കുന്ന ഘട്ടങ്ങളിലും നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് തോന്നിട്ടുള്ളതുമാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇനിയും പല തരത്തിലുള്ള നിയമ നിർമ്മാണങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ വന്നേക്കാം. ഏത് സാഹചര്യത്തിലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു നിന്ന് ഉത്തരം കണ്ടെത്തുവാനുള്ള മനസ്സുണ്ടാവുക എന്നത്. ഒരു സഹോദരി 2 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചിട്ട് കടബാധ്യതയിൽപ്പെട്ട് കണ്ണീരണിഞ്ഞുകൊണ്ട് ഒരു കത്ത് തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. പഠിച്ചതിനെ ആ ഉമ്മക്ക് മനസ്സുമാക്കാനുള്ളതിൽ അനുഗ്രഹിക്കാനുണ്ട്. പഠിച്ചതിനെ അവരകപ്പെട്ടിരിക്കുന്ന കടബാധ്യതകൾ, മനപ്രയാസങ്ങൾ, അതിനെല്ലാം അവരെ കാത്തു രക്ഷിക്കാനാവട്ടെ. അഭിമാനം ക്ഷതപ്പെട്ടു പോകുന്ന തരത്തിൽ കടബാധ്യത ഒരു പരീക്ഷണമാണ്. നാഥ, സാമ്പത്തികമായ ഭദ്രത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കാനാവട്ടെ. പഠിച്ചതിനെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. നാഥ, എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കാനാവട്ടെ. ഏത് സാഹചര്യത്തിലും നിന്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. നാഥ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف